മിസ്റ്റർ സിജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് സോഷ്യൽ സയൻസ് അതുപോലെ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് 10th 10th ക്ലാസ്സിൻ്റെ SCRT പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്, സമ്പത്തും ലോകവും. ബാക്കി 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ ആദ്യം ആ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് HSൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ കേട്ടിട്ട് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ കേട്ടിട്ട് സോഷ്യൽ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ക്ലാസ്സുകളൊന്ന് കാണുക. നെക്സ്റ്റ് നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് ബാച്ചിനും സെറ്റ് ഹിസ്റ്ററി PDF ബാച്ചിനും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. PDF ബാച്ചാണ്, ചെറിയൊരു എമൗണ്ടിനാണ് വാട്സപ്പിലൂടെ PDF നോട്ട്സ് ഡെയിലി നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സമ്പത്തും ലോകവും കൂടുതലൊന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. കേട്ടിട്ടിൻ്റെയും HSCയുടെയും വീഡിയോസ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പ്ലേലിസ്റ്റ് നോക്കുക, സൈക്കോളജി ഉണ്ട്, പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും. ലോകം തുറക്കുകയും അതിൻ്റെ നിധി ശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം. സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുമെല്ലാം തുറക്കോസിസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു. അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയാൽ നിറഞ്ഞിരിക്കണം. 15ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എന്തായിരുന്നു? ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതി. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. നോട്ട് ചെയ്ത് പോവുക. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. 15ാം നൂറ്റാണ്ടിൽ ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നീ ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന യൂറോപ്യർ സവിശേഷമായ ഒട്ടേറെ കാഴ്ചകൾ കണ്ടു. പുതിയ സമുദ്രപാതകൾ തുറന്നിട്ട ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ചാണ് 1001 രാവുകളിലെ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയെ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയത്. തുറക്കൂ സിസേം എന്ന രഹസ്യവാക്കിനാൽ തുറക്കുന്ന കാട്ടിലെ ഗുഹയിൽ കള്ളന്മാർ സൂക്ഷിച്ചിരുന്ന നിധി ശേഖരം കണ്ട ആലിബാബയും ആലിബാബയുടെ അത്ഭുതത്തോടെയാണ് ഇതര ഭൂഖണ്ഡങ്ങൾ കണ്ട യൂറോപ്യരുടെ അതിശയത്തെ നെഹ്റു ഉപമിക്കുന്നത്. ലോക ചരിത്രത്തിൻ്റെ പിൽക്കാല വിഗതികളെ നിർണയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് 15-16 നൂറ്റാണ്ടുകളിലെ യൂറോപ്യന്മാരുടെ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലും. ഇവയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസിനെ കുറിച്ചാണ്. 15th and 16th സെഞ്ച്വറീസിൽ ഉണ്ടായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്. ഇതിന് നേതൃത്വം നൽകിയത് പോർച്ചുഗൽ, സ്പെയിന് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ്. അങ്ങനെ പല പ്രദേശങ്ങളും ഇവർ കണ്ടെത്തുകയും അമേരിക്കയും തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെല്ലാം കണ്ടെത്തുകയും പിന്നീട് ഇന്ത്യയിലെത്തുകയും വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് കാരണമായി തീർന്നത് 15ാം നൂറ്റാണ്ടിലെ 2 പ്രധാന സംഭവങ്ങളാണ്. അപ്പോൾ ആ 2 ഇൻസിഡൻസ് ആണ് മുന്നേ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് എന്നാണ്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. അതോടുകൂടിയിട്ടാണ് കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള ആ ഒരു എൻട്രി അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരാനുള്ള വഴി ആർക്കില്ലാതാവുന്നത്? വെസ്റ്റേൺ കൺട്രീസിന് ഇല്ലാണ്ടാവുന്നത്. അങ്ങനെയാണ് അവർ പുതിയൊരു വഴി അന്വേഷിക്കുന്നത്. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത്. ഈ 2 ഇൻസിഡൻസുമാണ് പിന്നീട് 15ാം നൂറ്റാണ്ടിലെ 2 പ്രധാനപ്പെട്ട ഈ 2 സംഭവങ്ങളാണ് പിന്നീട് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിന് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പര്യവേക്ഷണങ്ങൾക്ക് കാരണമായി തീർന്നത് എന്നാണ് പറയുന്നത്. ഈ 2 സംഭവങ്ങളും ലോകത്താകമാനം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം അടയ്ക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് യൂറോപ്യർ ഇവ ലഭ്യമാകുന്ന നാട്ടിലേക്കുള്ള ഭൂമിശാസ്ത്ര പര്യവേക്ഷണ യാത്രകൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിച്ചു. അപ്പോൾ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കിയതോടുകൂടിയിട്ട് വെസ്റ്റേൺ കൺട്രീസിലുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് കിഴക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ഏക കരമാർഗം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ പുതിയ വഴികൾ അന്വേഷിക്കാൻ തുടങ്ങി.
പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. അപ്പോൾ ഈ ഭൂമിശാസ്ത്ര പര്യവേക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എവിടെ എത്തി? പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇതും ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ടാണ്, ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. തുടർന്ന് നടന്ന സമുദ്രയാത്രകളും ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളും ലോക ചരിത്രത്തെ തന്നെ മാറ്റി എഴുതി. ഈ യാത്രാ പരമ്പരകളോടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെയാണ് പിന്നീട് നിരവധി പ്രദേശങ്ങൾ കണ്ടെത്തുന്നതും ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരും മറ്റ് വിദേശ രാജ്യങ്ങളും എത്തിപ്പെടുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കുരുമുളകും യൂറോപ്യരും. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽ മാർഗത്തിലൂടെയെങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യ പാത കണ്ടെത്താൻ ആര് നിർബന്ധിതരായി? യൂറോപ്യന്മാർ നിർബന്ധിതരായി. ചെറിയൊരു മാപ്പ് തന്നിട്ടുണ്ട്. കുറച്ച് രാജ്യങ്ങളും ജസ്റ്റ് നോക്കാം. ഇംഗ്ലണ്ട്, നെതർലാൻഡ്സ്, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ. പോർച്ചുഗലിലൊക്കെ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞു രാജ്യമാണ് പോർച്ചുഗൽ. അറ്റ്ലാന്റിക് സമുദ്രം, അതുപോലെ സ്യൂത്ത, മെഡിറ്ററേനിയൻ കടൽ, കോൺസ്റ്റാന്റിനോപ്പിൾ, ബൊജാദർ മുനമ്പ്, ആഫ്രിക്ക, ഗിനിയ തീരം. ആ ഒരു മാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക. ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് നേതൃത്വം കുറിച്ചത് ആരായിരുന്നു? പോർച്ചുഗലും സ്പെയിനുമാണ്. പിന്നീട് നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആദ്യം ഈ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. നോട്ട് ചെയ്ത് തന്നെ വെക്കുക. പിന്നീടാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും നെതർലാൻഡ്സും ഒക്കെ വരുന്നത്. ഈ രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തിയല്ലോ. ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്ക് സഹായകമായി. സമുദ്ര പര്യവേക്ഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകൾ നിർമ്മിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കപ്പലുകളുടെ നിർമ്മാണം. കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. കോമ്പസ് പോലെയുള്ള ഉപകരണങ്ങൾ. ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ. പോർച്ചുഗലിൽ സ്പെയിനിൽ നിന്നുള്ള രാജാക്കന്മാർ ഇത്തരം യാത്രകൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു. അതുപോലെ സൈനിക ശേഷി. നെക്സ്റ്റ്, സമുദ്രയാത്രാ അനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാന നിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതിയും എന്തിനു സഹായകമായി? ഈ ഭൂമിശാസ്ത്ര പര്യവേക്ഷണ യാത്രകൾക്ക് സഹായകമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്യർ ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേക്ഷണ യാത്രകൾ. അപ്പോൾ ആദ്യം ഇവർ യാത്ര നടത്തിയത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കാണ്. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഈ നൈജർ സമതലം എവിടെയാണ്? അത് ആഫ്രിക്കയിലാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത എന്ന് പറയുന്നത് മൊറോക്കൻ തീരത്തുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറി. പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദർ മുനമ്പ്, സൈറ്റുകളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പോകണം. ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ പ്രയാസമുള്ള കാര്യമായിരുന്നു. 1434 അതിന് സാധിച്ചതോടെ അവർക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചു. അതായത് ഈ ഒരു മുനമ്പ് മുറിച്ചു കടക്കാൻ പറ്റിയതോടെ മറ്റ് പ്രദേശങ്ങളിലേക്കും അല്ലെങ്കിൽ ആഫ്രിക്കയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും അവർക്ക് എത്തിപ്പെടാൻ സാധ്യമായി.
തൽഫലമായി അടിമകളുടെയും സ്വർണത്തിൻ്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. ഇത് കൂടുതൽ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി. ആഫ്രിക്കൻ വൻകരയ്ക്കു പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആഫ്രിക്കൻ തീരത്തെ പര്യവേക്ഷണങ്ങളും അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പാശ്ചാത്തലമൊരുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കോളനിവൽക്കരണം ഇവർ ആരംഭിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കോളനിവൽക്കരണം? ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം. ഒരു രാജ്യം അവരുടേതല്ലാത്ത ഒരു പ്രദേശത്ത് പോയിട്ട് അവരുടെ ആധിപത്യം, അവരുടെ ഡോമിനൻസ് സ്ഥാപിക്കുന്ന പ്രക്രിയയ്ക്കാണ് കോളനൈസേഷൻ അഥവാ കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ ഈ രാജ്യങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി അറ്റ്ലാന്റിക് ദ്വീപുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഭൂപടം 4.2 നോക്കുക. ആ ഭൂപടത്തിൽ അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർഡ് എന്നിവയാണ് ഇവയിലെ പ്രധാന ദ്വീപുകൾ. ഒന്നുകൂടെ നോട്ട് ചെയ്യുക. മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർഡ് ഇതെല്ലാം എന്താണ്? ദ്വീപുകളാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ്. മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർഡ്. കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി. പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പറയുന്നത്. പോർച്ചുഗീസ് നാവികനായ ബാർത്തലോമ ഡയസ് 1488 ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേർന്നു. ശുഭ പ്രതീക്ഷ മുനമ്പ് എന്ന് പറയും. ആരായിരുന്നു? ബർത്തലോമ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ 1488 എത്തിച്ചേർന്നത് പോർച്ചുഗീസ് നാവികനായിട്ടുള്ള ബർത്തലോമ ഡയസ് ആണ്. പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. 1498 പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കമിട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യം സ്പെയിൻ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗലും സ്പെയിനുമാണ്. രണ്ടാമത്തെ രാജ്യം സ്പെയിൻ. പോർച്ചുഗീസുകാരെ പോലെ ധൈര്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും അവർക്കുമുണ്ടായിരുന്നു. സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനൻഡിൻ്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേക്ഷകർക്ക് ലഭിച്ചു. ഫെർഡിനൻഡ് ആൻഡ് ഇസബെല്ല ഏത് രാജ്യത്തെ ഭരണാധികാരികളാണ്? സ്പെയിനിലെ ഭരണാധികാരികളാണ്. സ്പെയിനിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. ആരായിരുന്നു? ക്രിസ്റ്റഫർ കൊളംബസ് 1498 വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അന്നുവരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിൻ്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു. ഇതോടെ ഈ ഭൂപ്രദേശവും യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു.
പുതിയ ലോകം അഥവാ ന്യൂ വേൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഈ പ്രദേശത്തിനെ പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അതാണ് പിന്നീട് അമേരിക്ക എന്ന് അറിയപ്പെട്ടത്. നെക്സ്റ്റ്, പ്രിൻസ് ഹെൻറിയെ കുറിച്ചൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസ് രാജാവാണ്. പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായിട്ടുള്ള ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇത്തരം നാവിക യാത്രകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു പോർച്ചുഗീസിലെ രാജകുമാരനായിട്ടുള്ള പ്രിൻസ് ഹെൻറി. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അമേരിക്ക എന്ന പേര് വന്നതെങ്ങനെ? ബാർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. ഏത് രാജ്യക്കാരനായിരുന്നു? സ്പെയിനിൽ നിന്നുള്ള ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ്. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി. പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിഗോ വെസ്പൂച്ചിയാണ്, നെയിം ഇമ്പോർട്ടൻ്റ് ആണ്, അമേരിഗോ വെസ്പൂച്ചിയാണ് അമേരിക്കക്ക് ആ ഒരു പേര് നൽകിയത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിഗോ വെസ്പൂച്ചിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിയുന്നത്. അദ്ദേഹം ഈ പ്രദേശത്തെ പുതിയ ലോകമെന്ന് വിളിച്ചു. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾസീമുള്ളർ അമേരിഗോ വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി. അപ്പം ഈ അമേരിഗോ വെസ്പൂച്ചിയുടെ പേരുമായിട്ടാണ് അമേരിക്കയുടെ പേര് കിടക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിഗോ വെസ്പൂച്ചിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് കണ്ടെത്തുന്നതും ഇന്ത്യയല്ല പുതിയൊരു ഭൂഖണ്ഡമാണെന്നും ന്യൂ വേൾഡ് എന്ന് നാമകരണം ചെയ്യുന്നതും അദ്ദേഹമാണ്. പിന്നീട് 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡ്സീമുള്ളറാണ് ഇദ്ദേഹത്തിൻ്റെ പേരിനോട് സാമ്യപ്പെടുത്തി അമേരിക്കക്ക് ആ ഒരു പേര് നൽകിയത്. അപ്പോൾ രണ്ട് പേര് നോട്ട് ചെയ്യുക, അമേരിഗോ വെസ്പൂച്ചി ആൻഡ് മാർട്ടിൻ വാൾഡ്സീമുള്ളർ. നെക്സ്റ്റ്, ഇക്കാലത്ത് മറ്റ് പ്രധാന ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ചുവടെ നൽകുന്നു. വ്യക്തികൾ: പെഡ്രോ അൽവാരസ് കബ്രാൾ, അദ്ദേഹം ബ്രസീലിലേക്ക് പര്യവേക്ഷണം നടത്തിയ ആളായിരുന്നു. പെഡ്രോ അൽവാരസ് കബ്രാൾ, അദ്ദേഹം ഒരു പോർച്ചുഗീസുകാരനായിരുന്നു. ഫെർഡിനാൻഡ് മഗല്ലൻ, ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമി ചുറ്റി സഞ്ചരിച്ചത് മഗല്ലൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത് മഗല്ലനാണ്. നെക്സ്റ്റ്, ജോൺ കബോട്ട്, ന്യൂ ഫൗണ്ട് ലാൻഡ് കണ്ടെത്തിയത് ജോൺ കബോട്ടാണ്. ഭൂമിശാസ്ത്രമായ പര്യവേക്ഷണങ്ങൾ സുപ്രധാനമായ നിരവധി അനന്തരഫലങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. തൽഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ്റെ ഒരു എഫക്റ്റായിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫലം. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായിട്ട് എന്ത് മാറി? അറ്റ്ലാന്റിക് തീരം മാറി. അതോടുകൂടി മെഡിറ്ററേനിയൻ ട്രേഡ് ഒന്ന് ഡിക്ലൈൻ ആയി എന്ന് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യയിലെ പല ഭാഗങ്ങളും ആരുടെ കീഴിലായി? യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യന്മാരുടെ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. യൂറോപ്യൻ മോണോപ്പൊളി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി എന്നുള്ളതും
ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസവും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം. നെക്സ്റ്റ്, സ്വർണം വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിൽ എത്തിയതോടെ നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു, മോണിറ്റൈസേഷൻ വർദ്ധിച്ചു. എന്താണ് ത്രികോണ വ്യാപാരം എന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരത്തിനെയാണ് ത്രികോണ വ്യാപാരം എന്ന് പറയുന്നത്. ക്രമേണ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാര ആധിപത്യം തകരുകയും നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു ആദ്യം പോർച്ചുഗലും സ്പെയിനും ആയിരുന്നു, പിന്നീടാണ് ഈ രാജ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിട മത്സരത്തിൽ നെതർലാൻഡ്സിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെട്ടത്. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ കീഴിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ്, അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെട്ടത്. കോളനി വൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യുവാനുള്ള ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിട മത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത്. നെക്സ്റ്റ്, മെർക്കൻഡലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മെർക്കൻഡലിസം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ബാക്കി കാര്യങ്ങളും നാളെ ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ കയറിയിട്ട് മറ്റ് വീഡിയോസ് കാണുക. ഇത് 4ാമത്തെ ചാപ്റ്ററാണ്. ബാക്കി 3 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഭാഗവുമായിട്ട് നമ്മൾ നാളെ എത്തുന്നതായിരിക്കും. താങ്ക്